നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി മലപ്പുറം ബീഫ് ബിരിയാണിയാണ്. ഇതിനെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ബീഫ് ഉണ്ടാക്കണം. എന്നിട്ടൊരു കുക്കറിൽ ഒരു കിലോ ബീഫ് എടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇടുക. കുറച്ച് മല്ലിയില വിതറിയിടുക. എന്നിട്ട് നമ്മൾ വേവിക്കുക. അതിന് ശേഷം നമ്മളൊരു പാൻ എടുത്തിട്ട് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി വറുക്കുക. ബ്രൗൺ കളറാവണം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ അത് മാറ്റി വെച്ചു. വേറെ പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് കുറച്ച് ചെറിയ മുന്തിരി ഇടുക അതിൽ. പിന്നെ നമ്മൾ വേറൊരു മസാല തയ്യാറാക്കാനായിട്ട് ആ ഓയിലെടുത്തിട്ട് കുറച്ച് ഉള്ളി വഴറ്റുക. നല്ലോണം വഴറ്റണം ഉള്ളി. എന്നിട്ട് ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഇടണം. നന്നായിട്ട് നമ്മൾ എന്നിട്ട് കുറച്ച് തക്കാളി ഇടുക. തക്കാളി നന്നായിട്ട് വേവണം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ആഡ് ചെയ്യുക. നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. ഇത് ഫ്രൈ ചെയ്ത് വെച്ച ഈ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുക്കറിൽ വേവിച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. 4 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. അത് അരമണിക്കൂർ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ജസ്റ്റ് നമ്മൾ ബിരിയാണി അരി ഉണ്ടാക്കാൻ പോവുകയാണ്. ജസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിക്കുക. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. കറുവപ്പട്ട, ബേ ലീഫ് കുറച്ചിട്ട് കൊടുക്കുക. ഒരു 5 എണ്ണം. നമ്മളെടുത്തത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 6 ഗ്ലാസ്. ബീഫ് ഉണ്ടാക്കി കുക്കറിൽ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതാണ് ഈ കളറ്. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. മസാല ചെറിയ തീയിൽ ഇപ്പോഴും നമ്മൾ അടുപ്പത്ത് വയ്ക്കണം കേട്ടോ. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചോറ് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ദം ചെയ്യാൻ നമുക്ക് ഈ മസാലയുടെ മുകളിലോട്ട് ചോറ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ലെയർ ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉള്ളി വറുത്തത്, മല്ലിയില, മുന്തിരി. ഇതിൻ്റെ മുകളിലോട്ട് അടുത്തൊരു ലെയർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഒന്നും കൂടി ഉള്ളി വറുത്തത്, മുന്തിരി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 20 മിനിറ്റ് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യണം. നല്ല അടിപൊളി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോലത്തെ